الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس أوصيكم أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون. പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാദീന നിർദ്ദേശങ്ങൾ നിലനിൽക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അംഗീകരിച്ചു അല്ലാഹുവിന്റെ ഇഷ്ടവും അവന്റെ പവിത്രവും നേടിയെടുക്കുവാൻ അല്ലാഹു നൽകിയിട്ടുള്ള മുഴുവൻ അവസരങ്ങളെയും ഇതിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നും എവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധമായ റമദാൻ നാളെ അല്ലാഹുവിന്റെ ദർബാറിൽ നമുക്ക് ഗുണകരമായി സാക്ഷി നിൽക്കുന്ന യഥാർത്ഥ സ്വാധീനങ്ങളിൽ ഫാത്തിമീങ്ങളിൽ അല്ലാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമുക്കായി ഒരുക്കി വെച്ച സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട് വിശുദ്ധ റമദാനിന്റെ ഓരോ ദിനരാത്രങ്ങളെയും നന്മകളിൽ ഏറെ മുന്നേറുന്നവരാണ് വിശ്വാസികളായ നിങ്ങളൊക്കെ. വ്രതമനുഷ്ഠിച്ചും രാത്രിയിൽ നിന്ന് നമസ്കരിച്ചും ദാനധർമ്മങ്ങളും ദിക്റുകളും സ്വലാത്തുകളും തക്ബീറുകളും തഹ്ലീലുകളും ഒക്കെയായി ഏതെല്ലാം നന്മകൾ വാരിക്കൂട്ടാൻ കഴിയുമോ അതൊക്കെ വാരിക്കൂട്ടി നമ്മുടെ കർമ്മ രേഖ നിറയ്ക്കുവാൻ ഞാനും നിങ്ങളുമൊക്കെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. നമ്മുടെ എല്ലാ കർമ്മങ്ങളും അല്ലാഹു പൂർണ്ണമായ അർത്ഥത്തിൽ കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ റമദാനിന്റെ സമയങ്ങളിൽ നല്ല ഒരു സമയം നാം മാറ്റിവെക്കേണ്ടതും വിശുദ്ധ ഖുർആനിന് വേണ്ടിയാണ്. ഖുർആനുമായി കഴിവിന്റെ പരമാവധി അടുക്കുവാൻ ഈ മാസത്തെ നാം ഉപയോഗപ്പെടുത്തുക. നോമ്പ് റമദാനിൽ നിർബന്ധമാക്കാൻ കാരണം തന്നെയും
വിശുദ്ധ ഖുർആനിന്റെ അവതരണമാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ അറിയിച്ചിട്ടുണ്ട്. റമദാൻ 13-ാണ് ഞാൻ നിങ്ങളുമൊക്കെയുള്ളത്. 12 നോമ്പ് നോക്കുവാനും 13 തറാവീഹ് നമസ്കരിക്കുവാനും എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ദിവസത്തിനുള്ളിൽ വിശുദ്ധ ഖുർആനുമായി എന്റെയും നിങ്ങളുടെയും ബന്ധം എന്തായിരുന്നു എന്ന് സ്വന്തത്തോട് ഞാൻ നിങ്ങളുമൊക്കെ ചോദിക്കേണ്ടതുണ്ട്. ഈ 13 ദിവസത്തിനിടയിൽ എത്ര പേജ് ഞാൻ നിങ്ങളും ഖുർആൻ ഓതിയിട്ടുണ്ട്? ഈ നില തന്നെ തുടർന്നു പോയാൽ ഇതുവരെ വന്ന വിശുദ്ധ ഖുർആനിന്റെ പാരായണം അങ്ങനെ തന്നെ വന്നാൽ ഈ റമദാൻ മാസം അവസാനിക്കുമ്പോഴേക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഖത്മ് ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമോ എന്നാലോചിക്കുന്നു. വിശുദ്ധ റമദാനിന്റെ ഈ 13 ദിവസക്കാലം ഏതെങ്കിലും പുതിയ സൂറത്തുകൾ മനഃപ്പാഠമാക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞുവോ? വിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു സൂറത്തെങ്കിലും നമ്മൾ പഠിച്ചിട്ടില്ലാത്ത ഒരു പുതിയ സൂറത്തെങ്കിലും കണ്ടെത്തി ഈ വിശുദ്ധ റമദാനിൽ ഏതെങ്കിലും സൂറത്തുകളെ അർത്ഥം പഠിക്കുവാൻ ഞാൻ നിങ്ങളും ശ്രമിച്ചുവോ? ഇത്തരം ആലോചനകൾ നടക്കേണ്ട സമയമാണ്. വിശുദ്ധ ഖുർആനുമായി ബന്ധമില്ലാത്ത റമദാൻ ഒരിക്കലും പരിപൂർണമാവുകയില്ല. റമദാനിന്റെ പൂർണ്ണത ലഭ്യമാകണമെങ്കിൽ നാം വിശുദ്ധ ഖുർആനുമായി അടുക്കേണ്ടതുണ്ട്. ആ വിശുദ്ധ ഖുർആൻ ഏതെല്ലാം തരത്തിൽ പരിശോധിച്ചാലും എല്ലാത്തിനും പുണ്യമാണ്. വിശുദ്ധ ഖുർആനുമായുള്ള എല്ലാ ബന്ധങ്ങൾക്കും ഏറെ പവിത്രതയാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഖുർആൻ പാരായണം ചെയ്യുക എന്നത് വലിയ പുണ്യമാണ്. നമുക്ക് ഒരു കാര്യത്തിനും ഒരു കർമ്മങ്ങൾക്കും അത്രത്തോളം പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു അക്ഷരം പാരായണം ചെയ്താൽ, ഒരൊറ്റ അക്ഷരം, ഒരു ആ എന്ന ഒരു അക്ഷരം, ഖുർആനിലെ അക്ഷരം പാരായണം ചെയ്താൽ അശറത്തു ഹസന, അതിന് 10 നന്മകളുണ്ട്. റമദാൻ അല്ലാത്തപ്പോൾ തന്നെ വിശുദ്ധ ഖുർആനിലെ ഒരു അക്ഷരത്തിന് 10 നന്മകളുണ്ട്. റമദാനിലെ ഖുർആൻ പാരായണത്തിന്റെ നന്മ നമുക്ക് തിട്ടപ്പെടുത്തുവാനും സാധ്യമാവുകയില്ല. അതുകൊണ്ട് ധാരാളമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക അതൊരിക്കലും നഷ്ടപ്പെടാത്ത കച്ചവടമാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബുകൾ പാരായണം ചെയ്യുന്നത് ആ ആളുകൾ പിന്നീട് നമസ്കാരം നിലനിർത്തുകയും അല്ലാഹു നൽകിയിട്ടുള്ള സമ്പത്തുകളിൽ നിന്ന് രഹസ്യവും പരസ്യവുമായൊക്കെ ചെലവഴിക്കുന്ന ആളുകൾ അവർ അതിന് വേണ്ടി വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന് വേണ്ടി അവർ മാറ്റിവെച്ചിട്ടുള്ള സമയങ്ങൾ, ആ കച്ചവടം ഒരിക്കലും നഷ്ടമാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ. മാത്രവുമല്ല, ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ ധാരാളമായി ഓതണേ അൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ. എന്തുകൊണ്ട്? ഫഇന്നഹു, തീർച്ചയായും ഖുർആൻ യഅതി, ആ ഖുർആൻ വരും. നാം പാരായണം ചെയ്ത സൂറത്തുൽ ബഖറയും സൂറത്ത് ആൽ ഇംറാനും അൻആമും അൻഫാലും അങ്ങനെ ഏതെല്ലാം സൂറത്തുകൾ നമ്മൾ പാരായണം ചെയ്തിട്ടുണ്ടോ ആ ചെയ്ത സൂറത്തുകൾ മുഴുവനും വരുന്നതാണ് യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ ശഫീഅൻ ലി അസ്ഹാബി, ആ ഖുർആൻ പാരായണം ചെയ്ത ആളുകൾക്ക് നാളെ റെക്കമെൻഡ് ചെയ്യാൻ വിശുദ്ധ ഖുർആൻ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ധാരാളമായി എത്രയെല്ലാം സമയം ഖുർആൻ പാരായണത്തിന് വേണ്ടി മാറ്റിവെക്കാൻ കഴിയുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ ഖുർആൻ പാരായണത്തിന് വേണ്ടി മാറ്റിവെക്കുക. അതുപോലെ ഖുർആൻ മനഃപ്പാഠമാക്കുന്നത് വലിയ പുണ്യമാണ്. ഏതെങ്കിലും ഒരു സൂറത്തെങ്കിലും, അധികം ഒന്നും കഴിയില്ലെങ്കിൽ
ഏതെങ്കിലും ഒരു സൂറത്തെങ്കിലും ഈ വിശുദ്ധമായ റമദാനിൽ മനഃപ്പാഠമാക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതേ പ്രകാരം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആശയങ്ങൾ അത് കൃത്യമായി പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മുടെ പള്ളികളിൽ നമുക്ക് അമാനി മൗലവിയുടെ തഫ്സീറുകൾ കിട്ടും, അതുപോലെ പരിഭാഷകൾ കിട്ടും. നമ്മുടെ മൊബൈലുകളിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമാനി മൗലവിയുടെ തഫ്സീർ നമുക്ക് കിട്ടും. വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ പഠിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നത് റമദാനിൽ വളരെ പുണ്യമായ കാര്യമാണ്. ഞാൻ നിങ്ങളുമൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ, നിങ്ങളിൽ ഏറ്റവും നല്ലവരായ ആളുകൾ, അതിശ്രേഷ്ഠവാന്മാരായ ആളുകൾ തഅല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ റസൂലുള്ളാഹി പറയുന്നത് ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, ജനങ്ങളിൽ അല്ലാഹുവിന്റെ ചില പാർട്ടിക്കാരുണ്ട്. അഹ്ലുല്ലാഹ് എന്ന് പറയാവുന്ന അല്ലാഹുവിന്റെ കുടുംബം, അല്ലാഹുവിന്റെ ആൾക്കാർ എന്ന് പറയാവുന്ന ചില ആളുകളുണ്ട് എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, മൻഹും, ആരാണ് നബിയെ അത്, ആരാണത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹും അഹ്ലുൽ ഖുർആൻ, ഖുർആൻ പഠിക്കുകയും അത് പാരായണം ചെയ്യുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നവർ അഹ്ലുല്ലാഹ്, അവർ അല്ലാഹുവിന്റെ ആളുകളാണെന്നാണ്. അതേ പ്രകാരം ഖുർആൻ പഠിക്കുന്നത് അത് പഠിപ്പിക്കുന്നത് പുണ്യമാണ്. അതേ പ്രകാരം ഖുർആൻ കേൾക്കുന്നത് പോലും പുണ്യമാണെന്ന്. ഒരാൾ അവിടെ നിന്ന് ഇങ്ങനെ ഖുർആൻ ഓതാണ്, നമ്മൾ ഓതുന്നില്ല, അവന്റെ അരികിൽ ഇരുന്നു കൊണ്ട് ആ വിശുദ്ധമായ ഖുർആനിന്റെ വാചകങ്ങൾ കേൾക്കുന്നത് പോലും പുണ്യമാണ്. കേൾക്കുന്ന സമയത്ത് ശ്രദ്ധയോടെ അല്ലാഹുവിന്റെ വാചകമാണെന്ന കാര്യത്തോടുകൂടെ ഇഖ്ലാസോടുകൂടെയാകണം കേൾക്കേണ്ടത്. വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ, നിങ്ങൾ ആ ഖുർആൻ കേട്ടാൽ, പിന്നെ നിങ്ങൾ അതിന്റെ ആ ഖുർആൻ പാരായണത്തിന്റെ മുമ്പിൽ ബഹളങ്ങൾ ഉണ്ടാക്കരുത്, ഒച്ചവർത്തമാനങ്ങൾ പറയരുത്. ഫസ്തമിഊ ലഹു, അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. വഅൻസിതു, നിങ്ങൾ മൗനം അവലംബിക്കണം. ലഅല്ലകും തുർഹമൂന, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നാമതായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുന്നത്, വിശുദ്ധ ഖുർആനിന് വേണ്ടി അതിന്റെ പാരായണവും പഠനവും അതിന്റെ വായനയും അതിന്റെ അർത്ഥം പഠിക്കലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും എഴുത്തുകളും പരീക്ഷകളും അങ്ങനെ പലതും നടക്കുന്നുണ്ട് റമദാനിൽ. അതിലെല്ലാം പങ്കാളികളാവുക. എല്ലാത്തിനും നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമുള്ള മഹനീയമായ പുണ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത് എന്ന കൃത്യമായ തിരിച്ചറിവ് തീർച്ചയായും നമുക്കുണ്ടാകണം. വിശുദ്ധമായ ഖുർആനുമായി കൂടുതൽ അടുക്കാൻ, ധാരാളമായി പാരായണം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിന്റെ പേര് നമുക്കറിയാം, ഫുർഖാൻ എന്നാണ്. റമദാനും ഖുർആനും ബന്ധമുള്ളതുപോലെ, അഭേദ്യമായ ബന്ധമുള്ളതുപോലെ ഖുർആനും അതേ പ്രകാരം റമദാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് ഗസ്വത്ത് ബദർ എന്ന് പറയുന്നത്. ബദർ യുദ്ധം ഇന്ന് 13ആണ്. 3 ദിവസവും കൂടെ കഴിഞ്ഞാൽ റമദാൻ 17 ആകും. ആ റമദാൻ 17-നാണ് ബദർ യുദ്ധം നടക്കുന്നത്. ഹിജ്റ 2-ാം വർഷമാണ് ആദ്യമായി കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് വിശ്വാസികളെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് ഹിജ്റ 2-ാം വർഷമാണ്. അതേ ഹിജ്റ 2-ാം വർഷമാണ് റമദാനിൽ റഹ്മാനായ റബ്ബ് ഇസ്ലാമിന്റെ ശത്രുക്കളോട് രണാങ്കണത്തിലേക്ക് ഇറങ്ങി യുദ്ധം ചെയ്യുവാനുള്ള അനുവാദം റഹ്മാനായ റബ്ബ് കൊടുത്തിട്ടുള്ളത് വിശുദ്ധമായ റമദാനിലാണ്.
അല്ലാഹു തആല വിശുദ്ധ ഖുർആനിന് പറഞ്ഞ ഒരു പേര് ഫുർഖാൻ എന്നാണെങ്കിൽ റമദാൻ 17 ഉസ്വത്ത് ബദറിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തിന് നൽകിയ പേര് യൗമുൽ ഫുർഖാൻ എന്നാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന് നൽകിയ അതേ പേര് തന്നെയാണ് അല്ലാഹു തആല എന്തിന് നൽകിയിട്ടുള്ളത്? ബദർ യുദ്ധത്തിന്റെ ദിവസത്തിന് നൽകിയിട്ടുള്ളത്. സത്യവും അസത്യവും വേർതിരിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആനെങ്കിൽ ബദർ യുദ്ധം സത്യവും അസത്യവും തമ്മിൽ ഏറ്റുമുട്ടുകയോ സത്യമേതാണെന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്ത ദിവസമാണത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റൊരു ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾക്ക് രണ്ട് കൂട്ടരും ഒരുമിച്ച് കൂടിയ ആ ദിവസത്തിൽ ധാരാളം ആയത്തുകളുണ്ട് എന്നാണ്, ധാരാളം പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുകയും അത് കൊണ്ട് നടക്കുകയും ചെയ്യണം. ഒട്ടേറെ ഗുണങ്ങൾ അല്ലാതെ ബദർ ദിനം വരുന്നത് ബദരീങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് അന്ന് ഇഷ്ടം പോലെ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി, ബിരിയാണിയും നെയ്ച്ചോറും പോത്തിറച്ചും ഉണ്ടാക്കി തിന്നാനല്ല ബദർ യുദ്ധം ഉണ്ടായത്. അങ്ങനെയല്ല ബദരീങ്ങളെ സ്നേഹിക്കേണ്ടത്. മറിച്ച് ആ ബദർ നമുക്ക് നൽകിയ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. ഒന്നാമതായി ബദർ നമ്മോട് പറയുന്നത്, ബദർ നമുക്ക് നൽകുന്ന പാഠം ക്ഷമയുള്ളവരായി മാറണേ എന്നാണ്, തഖ്വയുള്ളവരായി മാറണേ എന്നാണ്. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഏറെയുണ്ടാകുമ്പോഴും ആ പ്രയാസങ്ങളിലും ക്ഷമയും തഖ്വയും കൈകൊള്ളണമെന്ന്, എന്നാൽ മഹത്തായ വിജയമുണ്ടാകുമെന്ന് ബദർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ബദറുമായി ബന്ധപ്പെട്ട സൂറത്തു ആൽ ഇംറാനിലും സൂറത്തു അൻഫാലിന്റെ തുടക്കത്തിലൊക്കെ ഈ വിഷയം ബദർ യുദ്ധത്തെ കുറിച്ച് അള്ളാഹു വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ആൽ ഇംറാനിലെ 125-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഇൻ തസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ, വതത്തഖൂ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷിക്കുന്നവരാണെങ്കിൽ, യവയഅതൂകും മിൻ ഫൗരികും ഹാദാ, ഇദാ നിങ്ങളുടെ അരികിലേക്ക് ശത്രുക്കൾ എത്രയും പെട്ടെന്ന് കടന്നു വരുമ്പോ അല്ലാഹുവിനെ ഭയപ്പെട്ടും ക്ഷമിച്ചുകൊണ്ടും നിങ്ങൾക്ക് നിലകൊള്ളാൻ കഴിഞ്ഞാൽ, യുംദിദുകും റബ്ബുകും ബിഖംസതി ആലാഫിൻ മിനൽ മലായികതി മുസവ്വിമീൻ, അല്ലാഹു തആല 5000 മലക്കുകളെ അല്ലാഹു ഇറക്കിയിട്ട് നിങ്ങളെ സഹായിക്കുമെന്ന് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. അപ്പോൾ ബദർ നമുക്ക് നൽകുന്നത് പ്രയാസങ്ങൾ ഉണ്ടാകും, ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും എല്ലാം ഉണ്ടാകുമ്പോ നിങ്ങൾ ക്ഷമിക്കുന്നവരായി മാറണം. ഏത് സമയത്തും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരായി മാറണം. അല്ലാഹുവിനെ മറന്നുകൊണ്ട് നീ ജീവിക്കരുത്. അങ്ങനെയാണെങ്കിൽ റഹ്മാനായ റബ്ബിന്റെ മഹനീയമായ സഹായം അവർക്കുണ്ടാകും എന്ന പാഠമാണ്. രണ്ടാമത്തത്, പ്രിയപ്പെട്ടവരെ, അഹങ്കാരം നാശത്തിലേക്കാണ് എത്തിക്കുക എന്ന പാഠമാണ് ബദർ നമുക്ക് നൽകുന്നത്. ഞങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. മുസ്ലിം സൈന്യത്തെ ഞങ്ങളെ നാമാവശേഷമാക്കുക തന്നെ ചെയ്യും. മുഹമ്മദിനെയും കൂട്ടരെയും ഇന്നത്തോടുകൂടെ ഞങ്ങൾ ഇല്ലാതെയാക്കും. മുഹമ്മദ് പറയുന്ന ആദർശത്തെ ഇന്നത്തോടുകൂടെ ഞങ്ങൾ കുഴിച്ചു മൂടുമെന്ന പ്രഖ്യാപനത്തോടുകൂടെയാണ്, ഉറച്ച പ്രഖ്യാപനത്തോടുകൂടെയാണ്, പ്രതിജ്ഞയോടുകൂടെയാണ് അബൂ ജഹലും മുത്തബത്തും ഷൈബത്തും വലീദടക്കമുള്ള ആളുകൾ ബദറിലേക്ക് പുറപ്പെട്ടത്. എന്നാൽ അവരുടെ ആ അഹങ്കാരമോ അവരുടെ ആ പെരുമയോ അവരെ വിജയിപ്പിച്ചില്ല. മറിച്ച് അഹങ്കാരികളായവർ മാറിയപ്പോ അല്ലാഹു തആല അവരെ പരാജയപ്പെടുത്തി എന്ന് വിശുദ്ധ ഖുർആൻ പറയുക. അപ്പോൾ ബദർ നമുക്ക് നൽകുന്ന സന്ദേശം അഹങ്കാരം നാശത്തിലേക്ക് മാത്രമേ എത്തിക്കുകയുള്ളൂ. വലാ തകൂനു, നിങ്ങളാകരുത് കല്ലദീന, ഒരു വിഭാഗത്തെ പോലെയാകരുത്. അല്ലാഹു പറയുന്നുണ്ട് ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട്, നിങ്ങളാകരുത് കല്ലദീന, ഒരു വിഭാഗത്തെ പോലെ, ഖറജു, അവർ പുറപ്പെട്ടിരിക്കുന്ന മിൻ ദിയാരിഹിം, അവരുടെ വീടുകളിൽ നിന്ന് ബദറിന്റെ രണാങ്കണത്തിലേക്ക്, രണഭൂമിയിലേക്ക് അവർ പുറപ്പെട്ടത് ബത്റൻ, എല്ലാം മതിമറന്നുകൊണ്ട്, ഏറെ ഗർവോടുകൂടെയാണ്. വരിആ അന്നാസ്, ഞങ്ങൾ ആളുകൾ കാണണം, ഞങ്ങളുടെ സമ്പത്തും ഞങ്ങളുടെ ആൾപ്പെരുപ്പവും ഒക്കെ മറ്റുള്ള ആളുകൾ കാണണം എന്ന ആ ഒരു ധാരണയോടെ എല്ലാം മറന്ന് ഇസ്ലാമിനെയും മുഹമ്മദ് നബിയെയും സഹാബത്തിനെയും പൂർണ്ണമായി തുടച്ചു മാറ്റാനാണ് അവര് പുറപ്പെട്ടത്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ അവർ തടയുകയും ചെയ്തപ്പോ വല്ലാഹു മുഹീതും ബിമാ യഅമലൂന മുഹീത്, എല്ലാം
പറയുന്ന സൃഷ്ടാവായ സംരക്ഷകനായ റബ്ബ് അവരെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അപ്പോൾ ബദർ നമുക്ക് നൽകുന്ന സന്ദേശം, അഹങ്കാരം ഒരിക്കലും നമ്മെ വിജയിപ്പിക്കുകയില്ല, നമ്മെ പരാജയപ്പെടുത്തുകയാണ് ചെയ്യുക. അതുകൊണ്ട് അഹങ്കാരികളാകരുത്, നന്മയുടെ വാഗ്ദാക്കളാകണം, കാരുണ്യത്തോടുകൂടെ വർത്തമാനം പറയുന്നവരാകണം, പെരുമാറുന്നവരാകണം. അങ്ങനെ ഒരിക്കലും അഹങ്കാരികളാകരുത് എന്ന പാഠമാണ്. മൂന്നാമത്തത് ബദർ നമുക്ക് നൽകുന്ന പാഠം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, നമ്മുടെ ഏറ്റവും വലിയ ശത്രു പിശാചാണ്. ആ പിശാചിനെ മുഖ്യ ശത്രുവായി കാണണം എന്ന മഹനീയമായ പാഠമാണ്. ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഏറെ ഗൗരവത്തോടുകൂടെ ശത്രുക്കളുടെ പൂജാഹിരം മുത്തുബത്തൊക്കെ വരുമ്പോ പിശാച് വന്നുകൊണ്ട് മനുഷ്യരൂപത്തിൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, എന്താണ്? എന്ന് ജനങ്ങളിൽ നിന്ന് ആരും നിങ്ങളെ ജയിച്ചടക്കുകയില്ല, നിങ്ങൾക്ക് സഹായിയായി ഞാൻ ഉണ്ടാകുമെന്ന് വീമ്പിളക്കി അവർക്ക് എല്ലാവിധ ധൈര്യങ്ങളും പിശാച് കൊടുത്തു. പക്ഷേ അവൻ ആ ശത്രുക്കളെ നേർക്ക് നേരെ മുസ്ലിമീങ്ങൾ അവരങ്ങ് കണ്ടുമുട്ടിയപ്പോ അവൻ ഓടി മറിയുകയാണ് ചെയ്തത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ മൂന്നാമത് ബദർ നമുക്ക് നൽകുന്ന പാഠം, പിശാചിനെ ഏറ്റവും വലിയ ശത്രുവായി കാണണമെന്ന മഹനീയമായ പാഠമാണ്. നാലാമത്തത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വർത്തമാന കാലഘട്ടത്തിൽ നമുക്കറിയാം ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും എല്ലാ നിലക്കും ഉന്മൂലനം ചെയ്യുവാനും നമ്മുടെ മനസ്സുകളെ വേദനിപ്പിക്കുന്ന വാക്കുകളും പ്രവർത്തനങ്ങളുമാണ് രാജ്യത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളുമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൗ ജിഹാദിന്റെ പേരിൽ മുസ്ലിം സമുദായത്തെ വേട്ടയാടുന്നവർ, അതങ്ങനെ ഒരു സംഭവമേ ലോകത്തില്ല എന്ന് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും മുസ്ലിമീങ്ങളെ വേദനിപ്പിക്കാനുള്ള അത്തരത്തിലുള്ള വാചക കസർത്തുമായി പലരും രംഗത്തിറങ്ങുമ്പോ ഉത്തരേന്ത്യയിലുമൊക്കെ ഇന്നലെയും ഇന്നുമൊക്കെയായി മുസ്ലിമീങ്ങൾ സഹിക്കുന്ന വേദന ഞാൻ നിങ്ങളുമൊക്കെ പത്രങ്ങളിലൂടെ അതുപോലെ പല ന്യൂസുകളിലൂടെ ഞാൻ നിങ്ങളുമൊക്കെ കേട്ടിട്ടുണ്ട്. ഒന്നോ രണ്ടോ അല്ല, 70ഓളം മസ്ജിദുകളാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന 70ഓളം പള്ളികൾ എന്നവിടെ ഒരു ആഘോഷത്തിന്റെ പേരിൽ ടാർപോളിട്ടുകൊണ്ട് പൂർണ്ണമായും അറച്ചിരിക്കുകയാണ്. പള്ളിയാണെന്ന് കാണരുത്, പള്ളി അറിഞ്ഞാൽ ഞങ്ങളുടെ വികാരം നഷ്ടപ്പെടും, ഞങ്ങൾക്ക് മറ്റു പല വിചാരങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് പൂർണ്ണമായി നമ്മുടെ പള്ളികളെ 70ഓളം പള്ളികളെ ടാർപോളിൻ കൊണ്ട് മറച്ചു കെട്ടിയ വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോ ഇന്ന് വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ചൊരൊറ്റ മുസ്ലിം പോലും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന ശക്തമായ തിട്ടൂരം പുറത്തേക്ക് നിർഗളിക്കുന്ന വളരെ വൃത്തികെട്ട വാർത്തകൾ പ്രചരിപ്പിക്കുന്ന അത്തരം പ്രസ്താവനകൾ ഇറക്കുന്ന ആളുകളാണ് ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ നമുക്കുള്ള മഹനീയമായ ഒരു സന്ദേശം ബദറിന്റെ രണാങ്കണത്തിൽ നിന്ന് നമുക്ക് കിട്ടുകയാണ്. ഇസ്ലാമിനെ സഹായിക്കാൻ ഞാൻ നിങ്ങളും മുന്നോട്ട് വരണം. വാക്കുകൊണ്ടാണ് ഇസ്ലാമിനെ സഹായിക്കാൻ കഴിയുന്നതെങ്കിൽ, മുസ്ലിമിനെ സഹായിക്കാൻ കഴിയുന്നതെങ്കിൽ ആ നിലക്കൊക്കെ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും സഹായിക്കണമെന്ന് ഒരു വാക്കുകൊണ്ടെങ്കിലും ദീനിനെ സഹായിക്കാൻ കഴിയുമെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന മഹത്തായ പാഠം ബദർ നമ്മെ പഠിപ്പിക്കുകയാണ്. വലിയ ഒരു സൈന്യത്തെ നേരിടാൻ സ്വഹാബികൾ മുഴുവൻ കൂടെ നിൽക്കുമോ എന്ന ഒരു ആശങ്ക അള്ളാഹുവിന്റെ റസൂലിനുണ്ടായിരുന്നു. ആ സമയത്ത് മഹാനായ മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികളോട് പ്രിയപ്പെട്ട പ്രവാചകൻ മുശാവറ നടത്തി. ഇനി എന്താ ചെയ്യുക? അവർ യുദ്ധത്തിന് വന്നതായിരുന്നില്ല, മറിച്ച് അബൂ സുഫിയാൻ ഷാമിലേക്ക് പോയി തിരിച്ചു വരുമ്പോ അവർ ഒന്നുമില്ലാതെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്ത സ്വഹാബത്തിനെ അവർ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്ത് ഒന്നുപോലും കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. ആ സമ്പത്ത് അവിടുന്ന് അവൻ എടുത്തുകൊണ്ട് കച്ചവടത്തിന് പോയപ്പോ അത് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് മഹാനായ സ്വഹാബത്തും അള്ളാഹുവിന്റെ റസൂലും ബദറിലേക്ക് പുറപ്പെട്ടത്. യുദ്ധത്തിന് വേണ്ടിയായിരുന്നില്ല. പക്ഷേ ആയിരക്കണക്കിന് വരുന്ന യോദ്ധാക്കൾ എല്ലാവിധ സജ്ജീകരണവുമായി ബദറിന്റെ രണാങ്കണത്തിൽ അവരെ
സന്നിഹിതരായപ്പോ യുദ്ധം ഉറപ്പായിട്ടും വേണമെന്ന ആ ഒരു അവസ്ഥയിലെത്തിയപ്പോ അള്ളാഹുവിന്റെ റസൂല് എല്ലാവരോടും മുഷാവറ ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ കൂടിയാലോചന നടത്തുന്നുണ്ട്. അതേ പ്രകാരം മഹാനായ മിഖ്ദാദ് ബിൻ അസ്വദിനോട് അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, എന്താ ഇനി നമ്മൾ ചെയ്യാ, നിങ്ങൾ കൂടെയുണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോ മഹാനായ അസ്വദ് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു കൊടുത്തൊരു മറുപടിയുണ്ട്, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ. മൂസാ നബിയോട് അദ്ദേഹത്തിന്റെ സമൂഹം പറഞ്ഞതുപോലെ നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ എന്ന് അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങൾ പറയില്ല, മറിച്ച് വലാകിന്നാ നുഖാതിലു അൻ യമീനിക വഅൻ ശിമാലിക വബൈന യദൈക വഖൽഫക. അല്ലാഹുവിന്റെ റസൂലെ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ ഉണ്ടാകും, അങ്ങയുടെ പിന്നിൽ ഞങ്ങൾ ഉണ്ടാകും, അങ്ങയുടെ വലതു ഭാഗത്ത് അങ്ങയുടെ ഇടതു ഭാഗത്ത് അങ്ങയെ ഒരിക്കലും ഞങ്ങൾ ഒറ്റക്കാക്കുകയില്ല, അങ്ങയോടൊപ്പം മരണം വരെ ഞങ്ങൾ ഉണ്ടാകുമെന്ന ആ ഒരു വാക്കാണ് അള്ളാഹുവിന്റെ റസൂലിന് ഊർജ്ജം നൽകിയത് എന്ന് ചരിത്രത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന് കോട്ടമുണ്ടാകുന്ന, മുസ്ലിമീങ്ങളുടെ മനസ്സിന് വേദനയുണ്ടാകുന്ന ഒരു വർത്തമാനവും പറയരുതെന്ന് ഒരു വാക്കുകൊണ്ടെങ്കിലും കൃത്യമായി ഇസ്ലാമിനെ സഹായിക്കാൻ നാം മനക്കെടണം എന്ന മഹനീയമായ പാഠം ബദറിൽ നിന്ന് നമുക്ക് കിട്ടുകയാണ്. അതോടുകൂടെ ബദർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈമാനിന്റെ കടിക അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, ആവേശമുള്ളവരായി മാറണം, റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരായി മാറണം. എങ്കിൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. അല്ലാഹ് പറഞ്ഞതാ, നിങ്ങൾ ന്യൂനപക്ഷമാണ്, നിങ്ങൾക്ക് ഒരു നിലക്കുമുള്ള സഹായിക്കാൻ ആരുമില്ല, നിങ്ങളുടെ കയ്യിൽ ഭരണമില്ല, നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും അൻതുമുൽ അഅ്ലൂൻ, നിങ്ങൾ തന്നെയാണ് ഉന്നതർ. പക്ഷെ എന്ത് വേണം? കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാകണം. എന്നാൽ നിങ്ങൾ തന്നെയാണ് ഉന്നതരെന്ന് ഖുർആൻ. വലഖദ് നസറകുമുല്ലാഹു ബിബദർ, അതാണ് വിശുദ്ധ ഖുർആനിലൂടെ ബദർ നമുക്ക് നൽകുന്ന സന്ദേശം. നമ്മൾ എത്ര ഒന്നുമില്ലാത്തവരാണെങ്കിലും നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. റഹ്മാനായ റബ്ബിന്റെ സഹായം നമുക്ക് ഉണ്ടാകുക തന്നെ ചെയ്യും. വലഖദ് നസറകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ബിബദർ, ബദറിൽ വെച്ച്. വഅൻതും അദില്ല, അന്ന് നിങ്ങൾ ഒന്നിനും പറ്റാതെ വളരെ പ്രയാസം അനുഭവിക്കുന്ന വളരെ ന്യൂനപക്ഷമായിരുന്നു നിങ്ങൾ. എന്നിട്ടും അല്ലാഹു നിങ്ങളെ സഹായിച്ചു. ഫത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണേ, നിങ്ങൾ നന്ദി ചെയ്യുന്നവരായി തീരാൻ വേണ്ടി എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വെറും 300 ചില്ലാനം ആളുകൾ മാത്രമാണ് വിശ്വാസികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അതും അവർ പട്ടിണി കിടന്ന സ്വഹാബത്താണ്. നമ്മളെ പോലെ നല്ല കുശാലായ ഭക്ഷണം കഴിച്ച് നോമ്പ് തുറന്ന് അത്താഴം കഴിച്ച ആളുകളല്ല, മറിച്ച് കാരക്ക കൊണ്ട് നോമ്പ് തുറന്ന് കാരക്ക കൊണ്ട് അത്താഴം കഴിച്ച് പട്ടിണി പാപങ്ങളായ മനുഷ്യ പേക്കോലങ്ങളായ ആ മഹാരഥന്മാരാകുന്ന 300 ചില്ലാനം സ്വഹാബത്തിന് ആ ആയിരക്കണക്കിന് ആളുകളെ അതിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും റഹ്മാനായ റബ്ബിന്റെ സഹായമാണ് എന്ന മഹനീയമായ പാഠം ബദർ നമ്മെ പഠിപ്പിക്കുകയാണ്. നിരാശരാകേണ്ടതില്ല. ആരെന്ത് പറഞ്ഞാലും, എത്ര തന്നെ കണ്ണുരുട്ടി പേടിപ്പിച്ചാലും പേടിക്കേണ്ടവരല്ല, തളർന്നു പോകേണ്ടവരല്ല ഞാനും നിങ്ങളും എന്ന മഹനീയമായ പാഠമാണ്. പക്ഷെ എന്ത് വേണം? നമ്മുടെ ഈമാൻ നമ്മൾ ഒരിക്കലും കൈവിടുന്നവരാകരുത്. നമ്മൾ യഥാർത്ഥ വിശ്വാസികളായി മാറേണ്ടതുണ്ട്. സ്വർഗം കൊതിച്ചുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ്. ഏത് പ്രതിസന്ധികൾ ഉണ്ടായാലും സ്വർഗമാകണം നമ്മുടെ ലക്ഷ്യം. ആ സ്വർഗം അത് നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബദർ നമ്മോട് ആവശ്യപ്പെടുകയാണ്. നാം സ്വർഗം കേട്ടവരാണ്, ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ മനസ്സുകളിൽ ആ സ്വർഗം ബോധ്യപ്പെട്ടിട്ടില്ല. നോക്കൂ, നിങ്ങൾ ബദർ രണാങ്കണത്തിലേക്ക് ഇറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് മഹാനായ റസൂലുള്ളാഹ് സ്വഹാബത്തിനെ മുഴുവനും അണിയണിയായി നിർത്തിയിട്ടൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്. സ്വഹാബത്തെ, ഇതാ നമ്മൾ യുദ്ധം ചെയ്യൽ അനിവാര്യമായിരിക്കുകയാണ്, അതുകൊണ്ട് യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞ് അവർക്ക് ആവേശം കൊടുത്ത് അവർക്ക് സ്വർഗമുണ്ട്. നിങ്ങൾ രക്തസാക്ഷികളായാൽ രണാങ്കണത്തിലേക്ക് ഇറങ്ങി ശത്രുക്കളുടെ വിട്ടും കുത്തും ഏറ്റുകൊണ്ട് നിങ്ങൾ രക്തസാക്ഷിത്വം വഹിച്ചാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് സ്വഹാബ എന്ന സന്തോഷ വാർത്ത റസൂലുള്ളാഹി അറിയിച്ചപ്പോ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബ
അദ്ദേഹത്തിന്റെ പേര് ഉമൈർ എന്ന. ഉമൈർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, നബിയെ, രണാങ്കണത്തിലേക്ക് ഇറങ്ങി ശത്രുക്കളുടെ വെട്ടുകൊണ്ട്, ശത്രുക്കളുടെ കുത്തുകൊണ്ട് ഞാൻ ഷഹീദായാൽ എനിക്ക് സ്വർഗം കിട്ടുമോ നബിയെ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മോനെ, നീ സ്വർഗത്തിലാ. ആ സമയത്ത് മഹാനായ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നു, അദ്ദേഹത്തിന്റെ കയ്യിൽ അല്പം കാരക്കയുണ്ടായിരുന്നു എന്ന്. ആ കാരക്ക, നോമ്പ് തുറക്കാനുള്ള ആ കാരക്ക, അത്താഴം കഴിക്കാനുള്ള ആ കാരക്ക കയ്യിൽ പിടിച്ചുകൊണ്ട് ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, ഉമൈറേ, നിനക്ക് സ്വർഗമുണ്ടെന്ന്. ആ കേൾക്കേണ്ട താമസം ആ നിന്ന നിൽപ്പിൽ നിന്ന് ബഹിൻ ബഹിൻ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടിപ്പോയി ഉമൈർ എന്ന. സ്വഹാബത്ത് ചോദിച്ചു, ഉമൈറേ, റസൂലുള്ളാഹിന്റെ സദസ്സിൽ നിന്ന് ഇങ്ങനെ തുള്ളാൻ പാടുണ്ടോ? മഹാനായ ഉമൈറിന്റെ മറുപടി, നീ സ്വർഗത്തിന്റെ അഹ്ലുകാരനാണെന്ന് പറഞ്ഞപ്പോ ആ സ്വർഗത്തിൽ അങ്ങ് എത്തിയതുപോലെ ഒരു അനുഭൂതി എന്റെ മനസ്സിലുണ്ടായി, അതുകൊണ്ട് തുള്ളിപ്പോയതാണെന്ന് പറഞ്ഞിട്ട്, ആ കുലു തംറാത്തിൻ ഹാദിഹി ഹയാത്തുൻ ത്വീല, ഈ എന്റെ കയ്യിലുള്ള കാരക്ക ഇത് മുഴുവനും തിന്നു തീരുന്നത് വരെ ഞാനിവിടെ ജീവിച്ചിരിക്കുക എന്നത് അത് വല്ലാത്ത ദുർഗമായ ഒരു ജീവിതമാണെന്ന് പറഞ്ഞ് ആ മഹാനായ ഉമൈർ റളിയല്ലാഹു അൻഹു ആ കാരക്ക അവിടെ ഇട്ടിട്ട് അദ്ദേഹം അദ്ദേഹം രണാങ്കണത്തിലേക്ക് ഇറങ്ങി യുദ്ധം ചെയ്തു. ഹത്താ ഖുതില, അദ്ദേഹം കൊല്ലപ്പെടുന്നത് വരെയും ചരിത്രത്തിൽ കാണാം. ഫകാന അവ്വലു ഖതീൽ, ബദർ രണാങ്കണത്തിൽ 14 പേരാണ് ഷഹീദായതെങ്കിൽ ആദ്യത്തെ ഷഹീദ് മഹാനായ ഉമൈർ റളിയല്ലാഹു അൻഹു ആണ് എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്നു. ബദർ നമ്മോട് പറയുന്നത്, അതിന്റെ ചരിത്രം നമ്മോട് വിശദീകരിക്കുന്നത് എന്താണ്? സ്വർഗം നമുക്ക് ബോധ്യപ്പെടണം. ആ സ്വർഗത്തിന് വേണ്ടിയാണ് ഞാൻ അധ്വാനിക്കുന്നത്, ആ സ്വർഗത്തിന് വേണ്ടിയാണ് ഞാൻ പട്ടിണി കിടക്കുന്നത്, ആ സ്വർഗത്തിന് വേണ്ടിയാണ് ഞാൻ ഖുർആൻ ഓതുന്നത്, ആ സ്വർഗത്തിന് വേണ്ടിയാണ് ഞാൻ ദാനധർമ്മം ചെയ്യുന്നത്. ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ സുഹൃത്തങ്ങൾ ചെയ്യുന്നുണ്ടോ അത് മുഴുവനും ആ സ്വർഗത്തിലെത്താനാണ് എന്ന കൃത്യമായ ചിന്ത പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. ബദർ രണാങ്കണത്തിലേക്ക് യുദ്ധത്തിനിറങ്ങിയ ചരിത്രം നമുക്കറിയാം. ഉത്ബത്തും ഷൈബത്തും വലീദും മൂന്നാളെയും അവരോട് നേരിടാൻ അല്ലാഹുവിന്റെ റസൂല് പ്രിയപ്പെട്ട ഹംസയെയും തന്റെ പ്രിയപ്പെട്ട മരുമകൻ അലിയെയും മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെയും ഏൽപ്പിച്ചു. ഉബൈദ റളിയല്ലാഹു അൻഹു ഉത്ബയുമായി, ഹംസ റളിയല്ലാഹു അൻഹു ഷൈബയുമായി, വലീദ് അലിയുമായി പരസ്പരം ഓരോരുത്തരെ ഏൽപ്പിച്ച് ആദ്യമായി ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം ചെയ്ത് പരിചയമില്ലാത്ത സ്വഹാബ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. ആ ബദറിന്റെ പോർക്കളത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു തന്റെ എതിരാളി ഷൈബത്തിനെ വകവരുത്തി, വലീദ് എന്ന ചെറുപ്പക്കാരന് അലി എന്ന ചെറുപ്പക്കാരൻ വകവരുത്തി. പക്ഷേ അല്പം പ്രായമുള്ള ഉബൈദ് റളിയല്ലാഹു അൻഹു തന്റെ എതിരാളിയായ ഉത്ബത്തിനെ വധിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന സമയത്ത് ആ ഉത്ബത്തിന്റെ ഒരു വട്ടേറ്റ് മഹാനായ ഉബൈദ് റളിയല്ലാഹു അൻഹുവിന്റെ കാല് മുറിയുന്നു. ആ സമയം മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഉബൈദ റളിയല്ലാഹു അൻഹു ഇവന്റെ ശത്രുവായ ഉത്ബയെ വധിച്ചുകൊണ്ട് മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ കാല് മുറിയപ്പെട്ട, കാലില്ലാത്ത, രക്തത്തിൽ മുങ്ങിക്കുളിച്ച മഹാനായ ഉബൈദത്ത് തങ്ങളെ ആ റമദാൻ 17-ന് പ്രിയപ്പെട്ട പ്രവാചകൻ ഇരിക്കുന്ന പ്രാർത്ഥനകളോടെ അല്ലാഹുവേ എന്ന് പറഞ്ഞ് അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി ഇത് തസ്തഗീസൂന റബ്ബക്കും, അല്ലാഹുവിനോട് ഇസ്തിആസ ചെയ്തുകൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹിന്റെ ഖൈമയിലേക്ക് കാലില്ലാത്ത ഉബൈദത്ത് തങ്ങളെ കൊണ്ടുവരുന്ന ഒരു രംഗം ചരിത്രത്തിൽ കാണാം. റസൂലുള്ളാഹിന്റെ മടിത്തട്ടില് ഉബൈദത്ത് തങ്ങളിൽ കടന്നു. ആ സമയത്ത് റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഉബൈദത്ത് തങ്ങൾ ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, രണാങ്കണത്തിലേക്ക് ഞാൻ ഇറങ്ങിയത് ജീവനോടെ തിരിച്ചു വരാനല്ല, ശത്രുക്കളുടെ വെട്ടേറ്റ് കുത്തേറ്റുകൊണ്ട് ഷഹീദായി സ്വർഗം നേടാൻ രണാങ്കണത്തിലേക്ക് ഇറങ്ങിയവനായ ഉബൈദ. പക്ഷേ മരിക്കുന്നതിന്റെ മുമ്പ് എന്റെ കൂട്ടുകാരിതാ അങ്ങയുടെ ഖൈമയിലേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് നിറകണ്ണുകളോടെ ചോരയിൽ കുളിച്ചിരിക്കുമ്പോഴും ഉബൈദത്ത് തങ്ങളുടെ ചോദ്യം, നബിയെ, ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ മരിച്ചാൽ ഞാൻ ഷഹീദാകുമോ, എനിക്ക് സ്വർഗമുണ്ടാകുമോ എന്നതാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉബൈദ, നിനക്ക് സ്വർഗമുണ്ട്, നീ ഉന്നതമായ പദവിയിലാണെന്ന് പറഞ്ഞപ്പോ ചോര കുളിച്ചിരിക്കുമ്പോഴോ കാലില്ലാത്ത ഉബൈദ സ്വർഗമുണ്ടെന്ന് പറഞ്ഞപ്പോ എങ്കിൽ എന്റെ കാല് പോയാൽ എന്ത് നഷ്ടം, എന്റെ കാല് പോയതിൽ എനിക്ക് വേദനയില്ല, എനിക്കൊരു ദുഃഖവുമില്ല.
റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ എനിക്കുന്നതമായ പദവിയുണ്ട്, ഞാനൊരു മുസ്ലിമായിട്ടാണല്ലോ ഉള്ളത് എന്ന സന്തോഷം പാട്ടുപാടിയിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ പ്രകടിപ്പിച്ച മഹാനായ ഉബൈദ് തങ്ങളുടെ ചരിത്രം നമ്മോട് പറയുന്നത് യഥാർത്ഥ വിശ്വാസികളാകണമെന്നതാ, സ്വർഗം ബോധ്യപ്പെടണമെന്നതാ, ഇസ്ലാമിനെതിരായ ഒരു പ്രവർത്തനങ്ങളോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന മഹനീയമായ സന്ദേശമാണ് വിശുദ്ധമായിരിക്കുന്ന ബദർ നമുക്ക് നൽകുന്നത്. ആ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വ കൈവിടാതെ ജീവിക്കണം എന്ന് ഏവരോടും ഒരിക്കൽ കൂടി ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെയാണ് ബദർ നൽകുന്ന സന്ദേശം. പക്ഷേ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബദരീങ്ങളെ സ്നേഹിക്കുകയാണെന്ന് പറഞ്ഞു ആ ബദരീങ്ങളും ശുഹദാക്കളും എല്ലാം അള്ളാഹുവിനോട് മാത്രമാണ് ഇസ്തിഗാസ ചെയ്തത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ആ ബദരീങ്ങളോടും മഹാന്മാരാകുന്ന ശുഹദാക്കളോടും ഒക്കെ പ്രാർത്ഥിക്കുകയും ഇസ്തിഗാസ ചെയ്യുകയും സഹായം തേടുകയും അവരെല്ലാത്തിനും നമുക്ക് കാവലുണ്ടാകും. അവരുടെ പേര് വീടുകളിൽ എഴുതി വെക്കുന്നത് ബർക്കത്താണ്. ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളും ഷിർക്കും ബിദ്അത്തുകളും ഒക്കെ അവരുടെ പേരിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ട് നടക്കുന്നുണ്ട്. അത്തരം നേർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാൽ അത്തരം വിഷയങ്ങളിൽ ഒന്നും വിശ്വാസികളാകുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടരുത്. ബദർ ആണ്ടുമായി ബന്ധപ്പെട്ടോ അത്തരത്തിൽ സഹായങ്ങളോ മാനസികമായിരിക്കുന്ന അടുപ്പമോ അത്തരം പ്രോഗ്രാമുകളോട് വിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് വളരെ ഗൗരവത്തോടുകൂടെ നാം ഓർക്കുക. എന്നാൽ ബദരീങ്ങളെ പൂർണ്ണമായി നാം ഇഷ്ടപ്പെടണം, അവരെ അനുധാവനം ചെയ്യണം. ആ ബദർ യുദ്ധത്തിലൂടെ നമുക്ക് കിട്ടിയ സന്ദേശങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഈ നിമിഷം വരെ ഞങ്ങളിൽ നിന്ന് വന്നു പോയ എല്ലാ തെറ്റുകളും എല്ലാ കുറ്റങ്ങളും അള്ളാഹുവെ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാഫാക്കി നൽകണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തു സംരക്ഷിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ദുന്യാവിൽ ഞങ്ങളെ നീ വഷളാക്കരുത് റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളെ ആഖിറത്തിൽ വഷളാക്കരുത് റഹ്മാനെ. അള്ളാഹുവെ, വിശുദ്ധ റമളാനിലൂടെ സ്വർഗം നേടിയെടുക്കാൻ ഭാഗ്യം നൽകണം റഹ്മാനെ. മഗ്ഫിറത്ത് നേടിയെടുക്കാൻ ഭാഗ്യം നൽകണം റഹ്മാനെ. അള്ളാഹുവെ, നരകത്തിൽ നിന്ന് മോചനം നൽകപ്പെടുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയും നീ കാത്തു സംരക്ഷിക്കണം, നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം رحمانه. اللهم ربنا تقبل دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم اجعل هذا الشهر الشريف العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وارحمنا برحمتك يا أرحم الراحمين.